മണ്ണാർക്കാട് നഗരസഭയിലെ പരാജയത്തിൽ CPM പ്രാദേശിക നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ജനകീയ മതേതര മുന്നണി. BJPയുടെ കാല് നക്കി വാങ്ങിയ 12 സീറ്റുകളാണ് നഗരസഭയിൽ ലഭിച്ചതെന്നും നേതൃത്വത്തിന്റെ കെടുകാര്യസ്ഥതയാണ് ഈ തിരിച്ചടിക്ക് കാരണമെന്നും അവർ ആരോപിച്ചു. ഞങ്ങളുടെ ലക്ഷ്യം പരിപൂർണമായും 100% വിജയിച്ചു എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. കോട്ടാപ്പാടം പഞ്ചായത്തിനകത്ത് UDFന്റെ കൂടെ പിന്തുണയോടുകൂടി രജനി ഇടപെട്ടിട്ട് വിജയിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ളൊരു ആവേശമാണ് ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. കാരാവശ്യ പഞ്ചായത്തിനകത്ത് CPMന്റെ പ്രഗത്ഭനായ നേതാക്കന്മാരെ ഉൾപ്പെടെ പരാജയപ്പെടുത്തിക്കൊണ്ട് അക്ബർ കോലാനി വിജയിച്ചിട്ടുണ്ട്. അരുണോലിക്കൽ വിജയിച്ചിട്ടുണ്ട്. കൊഴിഞ്ഞപ്പാറ പഞ്ചായത്തിനകത്ത് മത്സരിച്ച മുഴുവൻ സീറ്റുകളിലും വിജയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ CPMനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങള് CPM ഇല്ലാതാവണം എന്നുള്ള രീതിയിൽ മത്സരിക്കുന്ന ആളുകളല്ല. ഞങ്ങളൊക്കെ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റാണ്. നാളെയും അങ്ങനെ തന്നെ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഈ പാർട്ടി തിരുത്താൻ തയ്യാറായി കഴിഞ്ഞാൽ ഇനിയും ഞങ്ങൾ ഈ പാർട്ടി സംവിധാനത്തിലേക്ക് പോകാൻ തയ്യാറാണ്. PK ശശി നേരിട്ടിടപെട്ട ഒരു സംവിധാനവും ഞങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ അറിവോ സംവാദമോ ഉണ്ടായിട്ടില്ല. ഞാൻ ബ്ലോക്കിലേക്ക് മത്സരിച്ചപ്പോ എന്നെ ആദ്യം വിളിച്ച് മത്സര രംഗത്ത് നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞ ആള് PK ശശിയാണ്. ഞാനിത് തയ്യാറായിട്ടില്ല. ഞാൻ ബാക്കി എന്ത് പറഞ്ഞാലും ശശിട്ടം പറഞ്ഞാൽ ഞാൻ കേൾക്കും. ഈ കാര്യം ഞാൻ കേൾക്കില്ല എന്നുള്ളത് പറഞ്ഞ ആളാണ്. അപ്പോ ആ രീതിയിൽ ജനങ്ങളെ എങ്ങനെയാണ് PK ശശിയെ സ്നേഹിച്ചത് എന്ന് ഈ തെരഞ്ഞെടുപ്പിനകത്ത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കി. പാർട്ടി ലോക്കൽ സെക്രട്ടറിമാരായ ഐലക്കര മുഹമ്മദ് അലിക്കും മൻസൂറിനും അസംതൃപ്ത വിഭാഗം മുന്നറിയിപ്പ് നൽകി. പ്രാദേശിക നേതാക്കളുടെ പ്രവർത്തനങ്ങളെ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നതിനെയും ഇവർ വിമർശിച്ചു. ഒരു വാർത്ത മൻസൂർ കൈയെഴുകാൻ പോകുന്നത് വാർത്ത, മൻസൂർ ചായ കുടിക്കുന്ന വാർത്ത, ദോശ കഴിക്കുന്ന വാർത്ത. ഇതാണ് മാധ്യമ പ്രവർത്തനത്താണ്. ഞാനത് ചോദിക്കുന്നത്, വേറൊന്നല്ല നമ്മൾ ചോദിക്കുന്നത്. ഇതല്ല മാധ്യമ പ്രവർത്തനം. ആളുകളിലേക്ക് കൃത്യമായിട്ട് വാർത്ത എത്തിക്കുക എന്നുള്ള മാധ്യമ പ്രവർത്തനം ഞാൻ മനസ്സിലാക്കുന്നത്. മണ്ണാർക്കാട് മാന്യമായി ആ പരിപാടി എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത് ചില ആളുകളുടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കോർപ്പറേറ്റ് ബാങ്ക് കട്ടുമുടിച്ചൊരു കള്ളന്റെ പണം വാങ്ങിക്കൊണ്ട് കള്ള വാർത്ത പടച്ചുവിടുന്ന യന്ത്രങ്ങളായിട്ട് മാധ്യമങ്ങൾ മാറരുത്. ഞങ്ങൾ ആ ചിന്താഗതിയുള്ള ആളുകളാണ്. സമൂഹത്തെ നിരന്തരമായി വിമർശിച്ചുകൊണ്ട് തിരുത്തൽ പ്രക്രിയ നടത്തുന്ന ഒരു സംവിധാന മാധ്യമ പ്രവർത്തനം അതൊരു കച്ചവടച്ചരക്കാക്കി മാറ്റി. അത് നമ്മുടെ ഒരു അപേക്ഷയാണ്. വിവാദങ്ങൾക്കിടെ PK ശശിയെ പിന്തുണച്ചും അസംതൃപ്ത വിഭാഗം രംഗത്തെത്തി. PK ശശി ഞങ്ങൾ നെഞ്ചിലേറ്റി നടക്കുന്ന നേതാവാണ്. അദ്ദേഹത്തെ ആരെങ്കിലും അവഹേളിച്ചാൽ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടി വേണമെന്നുള്ള ആഗ്രഹം എപ്പോഴും ഉള്ളത്. ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാ, ഒക്കെ SFIയിലും DYFIയിലും പ്രവർത്തിച്ചു വന്ന ആളുകളാണ്. ആ ആളുകൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളെ പാർട്ടി വേണം. അത് തിരുത്താൻ വേണ്ടി ജില്ലാ സെക്രട്ടറിയുടെ ഏകപക്ഷീയമായിട്ടുള്ള നിലപാട് മാറ്റണം. ജില്ലാ സെക്രട്ടറി ആക്രമിക്കുന്ന രീതിയിലുള്ള നിലപാട് മാറ്റണം. അത് മാത്രമേ ഞങ്ങളുടെ ഈ വിഷയത്തിലുള്ള ആവശ്യം. അതേപോലെ കാട്ടുകള്ളന്മാരെയും പാർട്ടിയെ കച്ചവടക്കാരാക്കിയ ആളുകളെയും മാറ്റി നിർത്തണം. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി കിട്ടിയ വോട്ടുകളെല്ലാം PK ശശി എന്ന നേതാവിനുള്ള അംഗീകാരമായിട്ടാണോ കാണുന്നത്? തീർച്ചയായിട്ടും PK ശശിയെ അംഗീകരിക്കുന്ന, PK ശശിയെ സ്നേഹിക്കുന്ന ആളുകളുടെ വോട്ട് തന്നെയാണിത്. അത് തർക്കമല്ലല്ലോ. അദ്ദേഹം നേതൃത്വം കൊടുത്തു എന്നൊക്കെ ഞങ്ങൾ അടുത്ത ചോദ്യം. അദ്ദേഹത്തിന്റെ നേതൃത്വമല്ല. ഞാൻ ഈ ആ വിഷയത്തിൽ തന്നെ ഞാൻ പറഞ്ഞു. ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന എന്നെ വിളിച്ചിട്ട് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം എന്ന് പറഞ്ഞ ആളുടെ പേര് PK ശശിയാണ്. അദ്ദേഹം ഈ സമയം പാർട്ടിയെ തള്ളിപ്പറക്കില്ല. മണ്ണാർക്കാട് നഗരസഭയിലെ പ്രാദേശിക നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചും ശക്തമായ താക്കീതുകൾ നൽകിയുമാണ് അസംതൃപ്ത വിഭാഗം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടി വേണമെന്നുള്ള ആഗ്രഹം എപ്പോഴും ഉള്ളത്. ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാ, ഒക്കെ SFIയിലും DYFIയിലും പ്രവർത്തിച്ചു വന്ന ആളുകളാണ്. ആ ആളുകൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളെ പാർട്ടി വേണം. അത് തിരുത്താൻ വേണ്ടി ജില്ലാ സെക്രട്ടറിയുടെ ഏകപക്ഷീയമായിട്ടുള്ള നിലപാട് മാറ്റണം. ജില്ലാ സെക്രട്ടറി ആക്രമിക്കുന്ന രീതിയിലുള്ള നിലപാട് മാറ്റണം. അത് മാത്രമേ ഞങ്ങളുടെ ഈ വിഷയത്തിലുള്ള ആവശ്യം. അതേപോലെ കാട്ടുകള്ളന്മാരെയും പാർട്ടിയെ കച്ചവടക്കാരാക്കിയ ആളുകളെയും മാറ്റി നിർത്തണം. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി കിട്ടിയ വോട്ടുകളെല്ലാം PK ശശി എന്ന നേതാവിനുള്ള അംഗീകാരമായിട്ടാണോ കാണുന്നത്? തീർച്ചയായിട്ടും PK ശശിയെ അംഗീകരിക്കുന്ന, PK ശശിയെ സ്നേഹിക്കുന്ന ആളുകളുടെ വോട്ട് തന്നെയാണിത്. അത് തർക്കമല്ലല്ലോ. അദ്ദേഹം നേതൃത്വം കൊടുത്തു എന്നൊക്കെ ഞങ്ങൾ അടുത്ത ചോദ്യം. അദ്ദേഹത്തിന്റെ നേതൃത്വമല്ല. ഞാൻ ഈ ആ വിഷയത്തിൽ തന്നെ ഞാൻ പറഞ്ഞു. ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന എന്നെ വിളിച്ചിട്ട് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം എന്ന് പറഞ്ഞ ആളുടെ പേര് PK ശശിയാണ്. അദ്ദേഹം ഈ സമയം പാർട്ടിയെ തള്ളിപ്പറക്കില്ല. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ പാർട്ടിയോട് അവരുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. CCN മണ്ണാർക്കാട്.